ഐതിഹ്യമാലയിലെ അടുത്ത കഥയാണ് പറയി പെറ്റു പന്തിരുകുലം. കുറച്ച് വലിയ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് അതിനു വേണ്ടി വരും കേട്ടോ. ഗോവിന്ദസ്വാമികളുടെ മകനായ വരരുചി വിക്രമാദിത്യ രാജാവിന്റെ സേവകനായിരുന്നു. രാജാവിന്റെ എന്ത് സംശയവും വരരുചിയാണ് തീർത്തു കൊടുത്തിരുന്നത്. ഒരു ദിവസം രാമായണത്തിലെ പ്രധാന വാക്യം ഏതാണെന്ന് രാജാവ് ചോദിച്ചു. വരരുചിക്ക് ഉത്തരം കിട്ടിയില്ല. 41 ദിവസം കഴിഞ്ഞിട്ട് ഇതിന്റെ ഉത്തരവുമായിട്ട് വന്നാൽ മതി, ഇനി ഉത്തരം കിട്ടിയില്ലെങ്കിൽ വരേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് രാജാവ് വരരുചിനെ ഇറക്കിവിട്ടു. ക്ഷീണിച്ച് അവശതയായി 40ാമത്തെ ദിവസം രാത്രി വരരുചി ഒരു ആൽത്തറയിൽ വനദേവതന്മാരെ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി. വനദേവതന്മാരെ പ്രാർത്ഥിച്ചതുകൊണ്ട് കുറേ വനദേവതന്മാര് ആലിന്റെ മുകളിൽ വരരുചിക്ക് കാവലിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ദേവതന്മാര് അവിടെ ഒരു പ്രസവം നടക്കുന്നുണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. ആലിന്റെ മുകളിൽ വരരുചിക്ക് കാവലിരിക്കുന്ന വനദേവതന്മാർക്ക് പ്രസവം കാണാൻ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ പ്രസവം കണ്ടു കഴിഞ്ഞു വരുമ്പോൾ വിശേഷം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് മറ്റു വനദേവതന്മാരെ പറഞ്ഞയച്ചു. തിരിച്ചു വന്ന വനദേവതന്മാർ വിശേഷം പറയുന്ന സമയത്ത് വരരുചി കണ്ണു തുറന്ന് എഴുന്നേറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. അവരുടെ സംസാരത്തിൽ നിന്നും ഒരു പെൺകുട്ടിയാണ് ആ പ്രസവത്തിൽ ഉണ്ടായതെന്നും അവളുടെ വിവാഹം മാം വിധി, അതായത് അമ്മയുടെ ഇഷ്ടപ്രകാരം എന്നാണെന്ന് പറഞ്ഞതിൽ നിന്നും മാം വിധിയാണ് രാമായണത്തിലെ പ്രധാന വാക്യമെന്ന് വരരുചിക്ക് മനസ്സിലായി. പിറ്റേന്ന് രാവിലെ വരരുചി രാജാവിൻ്റെ അടുത്ത് പോയി മാം വിധി എന്ന് പറഞ്ഞു തുടങ്ങുന്ന വാക്യം 10 തരത്തിൽ വിശദീകരിച്ചു കൊടുത്തു. ദേവതമാർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി വരരുചി രാജാവിനോട് പറഞ്ഞു. ആ പ്രസവത്തിൽ ഉണ്ടായ പെൺകുട്ടി ആ രാജ്യം മുടിക്കുമെന്ന്. ആ രാജാവിന് പെൺകുട്ടിയെ കൊന്നുകളയാനൊരു മടി, അത് കാരണം അവളുടെ തലയിലൊരു വിളക്ക് കൊളുത്തിയിട്ട് പുഴയിൽ ഒഴുക്കിവിടാൻ ഉത്തരവിട്ടു. ബാക്കി എന്ന അടുത്ത വീഡിയോയിൽ പറഞ്ഞാലോ. कलवेणुरमावशतोपवधूषतकोटिवृतात्स्मरकोटिसम